സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ഒരു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച എൻ്റെ ചിരകാല സുഹൃത്ത് ശ്രീമാൻ രാജഗോപാലൻ മാസ്റ്റർ, ഈ ഒരു ചടങ്ങിന് സ്വാഗതമരളിയ പട്ടേൽ സ്മാരക വായനശാല എൻ്റെ ഗ്രന്ഥാലയത്തിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീമാൻ രാജൻ പുതുശ്ശേരി, ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്താൻ എത്തിയിട്ടുള്ള നമുക്കെല്ലാം തന്നെ പ്രിയങ്കരനായ ശ്രീ ചൂര്യായി ചന്ദ്രൻ മാസ്റ്റർ, ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, ഇന്നത്തെ ചടങ്ങിൽ സംബന്ധിക്കാൻ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബഹുമാന്യരായ നാട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. നമ്മളൊക്കെ തന്നെ ഈ സായാഹ്നത്തിൽ ഈ പ്രശസ്തമായ വായനശാലയിൽ സന്നിഹിതരായിട്ടുള്ളത് കേരളത്തിൻ്റെ മഹാനടൻ ശ്രീനിവാസനുമായിട്ടുള്ള നമ്മുടെ ഓർമ്മ അത് പങ്കുവെക്കാനുള്ള ഒരു ചടങ്ങായിട്ടാണ് ഈ ചടങ്ങിനെ ഞാൻ നോക്കിക്കാണുന്നത്. ശ്രീനിവാസനെക്കുറിച്ച് ഹൃദയസ്പൃക്കായ ഒരു പ്രസംഗമാണ് എൻ്റെ ചെറുകാല സുഹൃത്തും അധ്യക്ഷനുമായിട്ടുള്ള രാജഗോപാലൻ മാസ്റ്റർ നടത്തിയിട്ടുള്ളത്. അതിനപ്പുറം ഒരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയുണ്ടോ എന്നെനിക്കറിയില്ല. ഏതായാലും ശ്രീനിവാസൻ്റെ വികാരോഷ്മളമായ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ, അതും ശ്രീനിവാസൻ പിറന്ന, ശ്രീനിവാസൻ ചവിട്ടി നടന്ന ഈ മണ്ണിൽ വെച്ച് നടക്കുന്ന ഈ ഒരു ഓർമ്മ പുതുക്കാനുള്ള ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ അസുലഭമായൊരു സന്ദർഭമായിട്ടാണ് ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. ഇത് സംഘടിപ്പിച്ച പട്ടേൽ സ്മാരക വായനശാല എന്ന ഗ്രന്ഥാലയത്തിൻ്റെ ഭാരവാഹികളെ, എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച സെക്രട്ടറി ശ്രീമാൻ രാജൻ പുതുശ്ശേരിയെ, രാജഗോപാലൻ മാസ്റ്ററെ, മറ്റ് ഭാരവാഹികളെ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം ഈ സന്ദർഭത്തിൽ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. വർഷങ്ങളായി എനിക്ക് ശ്രീനിവാസനെ അറിയാമെന്നതും അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ സിനിമകൾ അത് ആസ്വദിച്ച ഒരു ആസ്വാദകൻ എന്ന നിലയിൽ മാത്രമാണ് ഈ ചടങ്ങിൽ ഞാൻ വന്നെത്തിയിട്ടുള്ളത്. ഷീനി എന്ന നല്ലവനായ, ഷീനി എന്ന പച്ചയായ ഒരു മനുഷ്യനുമായിട്ട് പല ഘട്ടങ്ങളിലും ഹൃദയസംവാദം നടത്താൻ എനിക്ക് സന്ദർഭമുണ്ടായിട്ടുണ്ട്. ശ്രീനിവാസനെയും അദ്ദേഹത്തിൻ്റെ സിനിമകളെയും ഒക്കെ തന്നെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ നമ്മളൊക്കെ തന്നെ ഏറെ ബഹുമാനിക്കുന്ന ചൂര്യായി ചന്ദ്രൻ മാസ്റ്റർ ഈ ചടങ്ങിൽ എത്തിയിട്ടുണ്ട്. ചന്ദ്രൻ മാസ്റ്റർ ആ കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് സംസാരിക്കുമെന്ന് ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. അദ്ദേഹം പ്രിയപ്പെട്ട ശ്രീനിവാസനെ ഗഹനമായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ അദ്ദേഹത്തിന് എല്ലാ അർത്ഥത്തിലും അർഹതയുണ്ട് എന്ന് അടർത്തിയെടുത്ത പച്ചയായ മനുഷ്യരായിരുന്നു ആ കഥാപാത്രങ്ങളെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നാം കണ്ടവരാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ തന്നെ.
നമുക്കെല്ലാം പരിചയമുള്ള ആളുകളാണ് ആ കഥാപാത്രങ്ങൾ മിക്കവരും. മാത്രവുമല്ല, നമ്മുടെ സമൂഹത്തിലെ കാപട്യത്തിനും പൊള്ളത്തരത്തിനുമൊക്കെ തന്നെ എതിരായിട്ട് മൂർച്ചയേറിയ രൂപത്തിൽ തന്നെ, എന്നാൽ നർമ്മം കലർന്ന ഭാഷയിലാണ് പ്രിയപ്പെട്ട ശ്രീനിവാസൻ തൻ്റെ കഥാപാത്രങ്ങളുടെ സമൂഹമായിട്ട് സംവദിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ രാജഗോപാലൻ മാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിനിമയിലെ നായക സങ്കല്പം, ആ സങ്കല്പത്തിനെ പൊളിച്ചെഴുതിയിട്ടുള്ളത് ശ്രീനിവാസനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ അദ്ദേഹം മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റി വരയ്ക്കായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അതിശയോക്തിയാവുകയില്ല. അതാണ് ശ്രീനിവാസൻ. പിന്നെ അദ്ദേഹം ഒരു തിരക്കഥാകൃത്തായിരുന്നു, നടനായിരുന്നു, സംവിധാനമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മലയാള ചലച്ചിത്രത്തിന്റെ വ്യാകരണം മാറ്റി കുറിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു എന്ന് അദ്ദേഹത്തിന്റെ സിനിമാ പ്രവർത്തനത്തെ ആദ്യം മുതൽ അവസാനം വരെ വിലയിരുത്തുന്ന ഒരാൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ആമുഖമോ പരിചയപ്പെടുത്തലോ ആവശ്യമില്ലാത്ത പാഠ്യത്തുകാർക്കൊക്കെ തന്നെ സുപരിതനായ ഉണ്ണി മാസ്റ്ററുടെ മകനാണ് പ്രിയപ്പെട്ട ശ്രീനിവാസൻ. ഉണ്ണി മാസ്റ്ററെ കുറിച്ച് ഞാൻ പാഠ്യത്തോട് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഒരു കാർക്കശ്യ ബോധമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായിട്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് ഉറ്റ ബന്ധമുണ്ടായിരുന്നു. പിന്നെ ശ്രീനിവാസൻ പഠിച്ചത് നമ്മുടെ കതൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലും അത് കഴിഞ്ഞ് മട്ടന്നൂരിലെ പഴശ്ശിരാജ NSS കോളേജിലുമാണ് അദ്ദേഹം വിദ്യാഭ്യാസ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയത്. പഠിക്കുമ്പോൾ തന്നെ ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനാകാനുള്ള, അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകാനുള്ള എല്ലാ സാഹചര്യവും ഒത്തിണങ്ങിയ ഒരു പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചതെന്ന് നമ്മൾ ഓർക്കണം. പക്ഷെ താനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തകനായിട്ടോ അദ്ദേഹം പ്രവർത്തിക്കാൻ കൂട്ടാക്കാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ആ ജീർണതയെക്കുറിച്ച് അദ്ദേഹം തൻ്റെ കഥാപാത്രങ്ങളുടെ അതൊക്കെ തന്നെ കൃത്യമായിട്ട് തുറന്നു കാട്ടിയിട്ട് മാറി നിന്നുകൊണ്ട് ശ്രീനിവാസൻ അങ്ങനെ മന്ദഹസിക്കുന്നതാണ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുക. അതാണ് ശ്രീനിവാസൻ. കമ്മ്യൂണിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്ര എന്ന് പറയാനും വയ്യ. എന്നാൽ ഇടതുപക്ഷ മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീർണതയെ തുറന്നു കാട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് മാറി നിന്ന് അദ്ദേഹം മന്ദഹസിച്ചുകൊണ്ട് അതിനെ വിമർശിക്കാൻ വേണ്ടി തയ്യാറായി. കുട്ടിക്കാലത്ത് രാജഗോപാല മാസ്റ്റർ പറയുകയുണ്ടായി, അഭിനയത്തോട് എന്തെന്നില്ലാത്ത അഭിനിവേശമായിരുന്നു ശ്രീനിവാസൻ. അടങ്ങാത്ത അഭിനിവേശം തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അഭിനയത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ശ്രീനി അങ്ങനെ നടക്കുകയായിരുന്നു. ആ കാലത്താണ് ശ്രീനിവാസൻ തൻ്റെ നാട്ടിലെയും ചുറ്റുവട്ടത്തേക്കുള്ള കൊച്ചു കൊച്ചു നാടകങ്ങളിലൊക്കെ തന്നെ ചെറിയ ചെറിയ റോളുകൾ എടുത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ അഭിനയ പാഠം തെളിയിക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായിരുന്നു. പിന്നെ കുട്ടിക്കാലത്ത് ഓർമ്മ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. നമ്മുടെ ഈ പാഠ്യം പ്രദേശത്തിനുള്ള നമ്മുടെ വയലുകൾ, ആ വയലുകളിൽ വെള്ളരി കൃഷി നടത്തുന്ന കാലം, ആ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കുട്ടികളൊക്കെ തന്നെ പന്തൽ കെട്ടുമായിരുന്നു കൃഷിക്ക് രാത്രി കാവലിരിക്കാൻ വേണ്ടി. ആ കുട്ടികളൊക്കെ തന്നെ ആ കാലത്ത് വെള്ളരി നാട് നടത്തുമായിരുന്നു എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട ശ്രീനിവാസൻ ആ കാലത്ത് വെള്ളരി നാടകങ്ങളിലെ ഒരു സജീവ നടനായിട്ടാണ് അദ്ദേഹം ആ കാലത്ത് നിറഞ്ഞു നിന്നത്. അതും രാജഗോപാലൻ മാസ്റ്റർ പോലുള്ള ആൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് മദ്രാസി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇനി പോകണമെന്ന ആഗ്രഹം അദ്ദേഹത്തെ വല്ലാതെ പിടികൂടിയത്. ആ സിനിമയുടെ വിവിധ മേഖലകളെ കുറിച്ച് പഠിക്കണം, അതാണ് ആഗ്രഹം, നടനാകാനല്ല. കാരണം അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ആ കാലത്ത് കേട്ടിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന വിഖ്യാതനായ ഒരുപാട് ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സംവിധായകനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് സിനിമയുടെ നാനാ വശങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. അത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം മദ്രാസിയിലേക്ക് അവിടെ ക്ലേശിച്ചുകൊണ്ട് ആ കാലത്ത് വണ്ടി കയറിയത്. ആ നാടുകളെ കുറിച്ചാണല്ലോ ഇവിടെ പ്രിയപ്പെട്ട രാജഗോപാലൻ മാസ്റ്റർ കൃത്യമായിട്ട് പറഞ്ഞത്. 48 വർഷക്കാലം നീണ്ടുനിന്ന ആ
സിനിമാ ജീവിതം. നാം കണ്ടത് അനുഗ്രഹീതനായ ഒരു നടനെയാണ്, തിരക്കഥാകൃത്തിനെയാണ്, ഒരു സംവിധായകനാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ കേരളത്തിന് കിട്ടിയത്. അദ്ദേഹത്തിന്റെ സന്ദേശത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ആ സന്ദേശമാകട്ടെ കേരളീയ പൊതുസമൂഹത്തെ ഏറെ ചർച്ച ചെയ്താണ്. ഇനിയും സന്ദേശം നമ്മുടെ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ മലയാളി ഉള്ളിടത്തോളം കാലം ആ സിനിമ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. അതാണ് പറഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സന്ദേശം എന്ന സിനിമയിലെ ശ്രീനിവാസന്റെ ഓരോ വാക്കുകളും ഇവിടെ ചർച്ചാ വിഷയമാകുന്നു എന്ന കാര്യം. ആ സന്ദേശം എന്ന സിനിമയിലെ കഥാപാത്രം ഉത്തമൻ നമുക്കെല്ലാം തന്നെ അറിയാം. അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഓരോ തെരഞ്ഞെടുപ്പ് തോൽവികൾക്ക് ശേഷം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ശരാശരി പ്രവർത്തകന്മാർ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോട് നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ കാര്യം വിലയിരുത്താൻ തയ്യാറാകണമെന്നാണ് പറയുന്നത്. ആ കാലത്ത് തന്നെ പ്രിയപ്പെട്ട ശ്രീനിവാസ ദുർഗദർശനം ചെയ്യും അദ്ദേഹം എഴുതുകയും ചെയ്തു. ആ ഉത്തരമായിട്ട് നിങ്ങൾ ചിന്തിക്കണം, എന്താണ് അദ്ദേഹത്തിന് കിട്ടിയ ഉത്തരം. അവിടെ ഇരിക്കരുത്, കൃത്യമായി സ്റ്റഡി ക്ലാസ്സുകളിൽ വരാതിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട ചൂടിയായി ഇത്രയും കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് അറിയാമെന്നതുകൊണ്ട് ഞാൻ ആ വശങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇനി നമുക്കെല്ലാം തന്നെ അറിയാം, അദ്ദേഹത്തിന്റെ കോട്ടപ്പള്ളി പ്രഭാകരൻ എന്ന് പറയുന്ന കഥാപാത്രം, ശങ്കരാടിയുടെ കുമാരൻ മാസ്റ്റർ, കുമാരപിള്ള, മലയാള സിനിമ നിലനിൽക്കത്തോളം കാലം ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല. കമ്മ്യൂണിസ്റ്റുകാരന്റെ അടിസ്ഥാന ഭക്ഷണം പരിപ്പ് വടയും അതുപോലെ ചായയുമാണെന്ന് അറിയില്ലേ എന്ന് ശങ്കരാടിയുടെ കുമാരൻ മാസ്റ്റർ പറയുമ്പോൾ നാം കുലുങ്ങിച്ചിരിക്കുക മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഹിപ്പോക്രസി എത്രത്തോളം വളർന്നിരിക്കുന്നുവെന്ന് നമ്മളൊക്കെ തന്നെ കൃത്യമായിട്ട് തിരിച്ചറിയുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ തിരിച്ചറിയുകയാണ് ഒരു പാർട്ടിയുടെ ഹിപ്പോക്രസി. അതാണ് ശ്രീനിവാസന്റെ മിടുക്കെന്ന് ഞാൻ പറയട്ടെ. പിന്നെ എതിർ പാർട്ടിയിൽ കൊള്ളാവുന്ന നേതാക്കന്മാർ ഉണ്ടെങ്കിൽ അവരെ വല്ല ഗർഭക്കേസിലും പെടുത്തണം, അവരെ വല്ല പെണ്ണ് കേസിലും കെടുത്തി നാറ്റിച്ച് എന്നാൽ നാം രക്ഷപ്പെട്ടു എന്നാണ് ശങ്കരാടി സഖാവുക്കളോട് പറയുന്നത്. നമ്മൾ ചിന്തിക്കണം. ആ ശങ്കരാടിയുടെ ഡയലോഗ് മാത്രം മതി എത്രമാത്രം കാലിക പ്രസക്തി ഉണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. പിന്നെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു, അതുപോലെ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞു. അതിദയനീയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ട ശേഷം പാർട്ടിയുടെ സെക്രട്ടറി ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നമ്മളൊക്കെ തന്നെ കേൾക്കുന്നതാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കൂ: പ്രതിക്രിയാവാദം, മൂലധന ശക്തികൾ, ബൂർഷ്വാ കേട്ടുകൾ. നമ്മൾ എത്ര കാലമായി ഈ ക്ലീശ വന്ന പദപ്രയോഗം കേട്ടുകൊണ്ടിരിക്കുന്നു. അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാക്കുകളൊക്കെ തന്നെ ശങ്കരാടിയുടെ കുമാര മാസ്റ്ററുടെ വാക്കുകളാണ് നമ്മുടെയൊക്കെ തന്നെ മനസ്സുകളിലേക്ക് തട്ടി കൊണ്ടുവരുന്നത്. ശ്രീനിവാസന്റെ ക്യൂബ മുകുന്ദൻ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് മറക്കാൻ സാധ്യമല്ല. സന്ദേശത്തിൽ നിന്ന് ശേഷം അദ്ദേഹം അറബി കഥയിലൂടെയാണ് ക്യൂബ മുകുന്ദനെ അവതരിപ്പിക്കുന്നുവെന്നാണ് എന്റെ ഓർമ്മ. സാമൂഹ്യ ജീവിതത്തിൽ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപഭ്രംശങ്ങൾ, അബറേഷൻ, അതാണ് ശ്രീനിവാസന്റെ സിനിമയിൽ മൂർത്തമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, മതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളാണ് ശ്രീനിവാസന്റെ പലപ്പോഴും പ്രമേയങ്ങൾ എന്ന കാര്യം അദ്ദേഹം സിനിമ കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ആ അരുതായികൾക്കെതിരായിട്ടാണ് ശ്രീനിവാസൻ എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മുഖ്യ വിഷയം അത് തന്നെയായിരുന്നു. ശ്രീനിവാസന്റെ അരനൂറ്റാണ്ട് കാലത്തെ സിനിമാ സംഭവങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മലയാള സിനിമയുടെ കടന്നുപോയ അരനൂറ്റാണ്ട് കാലത്തെ ചരിത്രം ആർക്കും എഴുതി തയ്യാറാക്കാൻ സാധിക്കില്ല. അത്രയേറെ സംഭവബഹുലമാണ് ആ ശ്രീനിവാസന്റെ ആ സിനിമാ രംഗത്തെ മൂർത്തമായ സംഭാവനകളെന്ന് ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. വാഗ്ബടാനന്ദ ഗുരുദേവന്റെ ജന്മം കൊണ്ട് പുണ്യമായിട്ടുള്ള മണ്ണാണ് പാട്ടിയത്ത മണ്ണ്. സാമൂഹ്യ വിപ്ലവകാരിയായിരുന്നു സ്വാമി, നമുക്കെല്ലാം തന്നെ അറിയാവുന്ന വാഗ്ബടാനന്ദ ഗുരുദേവൻ. ആ മഹാനായ മനുഷ്യൻ
ഒരു ചിന്തകരായിരുന്നു, വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹം ജനിച്ച ഈ മണ്ണിൽ ജനിച്ച ശ്രീനിവാസന് തീർച്ചയായിട്ടും സമൂഹത്തിന്റെ ഉൾക്കൊടുപ്പുകളും സ്പന്ദനങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു വിപ്ലവ ചിന്തയുമായിട്ട് അല്ലെങ്കിൽ ഉൽപ്പതിഷ്ണു രാഷ്ട്രീയത്തിന്റെ വഴിയുടെ മാത്രം മുന്നോട്ട് പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചത്. മറ്റൊരു വഴി അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പുരോഗമന ആശയത്തിന്റെ വഴിയിലൂടെ തന്റെ ജീവിത അന്ത്യം വരെ മുന്നോട്ട് പോകാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞത്. രാഷ്ട്രീയത്തിൽ വരാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യം ഉണ്ടായിരുന്നു ശ്രീനിവാസന്. കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളക്കൂറുള്ള മണ്ണായിരുന്നു എല്ലാ കാലത്തും. ആ മണ്ണിലാണ് ശ്രീനി മരിച്ചത് എന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ മണ്ണിൽ നിന്ന് വളർന്ന് വലുതാക്കാൻ സാധിക്കുമായിരുന്നു. പാട്യം ഗോപാലൻ മുൻ MP മാത്രമല്ല, പാട്യത്തുകാർക്കെല്ലാം തന്നെ സുപരിചിതനായിട്ടുള്ള പാട്യം ഗോപാൽ ഒരു നല്ല ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് തന്നെ ആകർഷിച്ചതെന്ന് ശ്രീനിവാസൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മാന്യമായിട്ട് സംസാരിക്കും. മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ എവിടെ പോയാലും അദ്ദേഹത്തിന് വലിയ ഒരു മാന്യത സമൂഹം കൊടുത്തിരുന്നു. അത്രയേറെ ബഹുമാനായിരുന്നു ശ്രീമാൻ പാട്യം ഗോപാൽ. പാർട്ടിയിൽ നീ ചേരണം, പ്രവർത്തിക്കണം എന്ന കാര്യം എന്നോട് പലപ്പോഴും അദ്ദേഹം ആ കാലത്ത് ഉപദേശിച്ചിട്ടുണ്ട്. മുതിർന്നപ്പോൾ രാഷ്ട്രീയത്തിലെ പലതിനോടും എനിക്ക് യോജിക്കാൻ സാധിച്ചില്ല ശനി പറയുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു പക്ഷം ചേരാതെ നിന്നുകൊണ്ട് നിഷ്പക്ഷനായി രാഷ്ട്രീയത്തിൽ കാണുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ കൊണ്ട് ശബ്ദിക്കാൻ ഞാൻ തീരുമാനിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സജീവ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ചേർന്നിരുന്നുവെങ്കിൽ തന്റെ ജീവൻ തന്നെ മറ്റൊരു വഴിയിലേക്ക് പോകുമായിരുന്നുവെന്ന് ശ്രീനിവാസൻ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊക്കെ തന്നെ ഹൃദയം പങ്കുവച്ചത് അവരൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിനിമക്കാരുടെ ഇടയിലെ ഏറ്റവും നല്ല ഒരു സാമൂഹ്യ വിമർശകർ ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ സാധിക്കും. പ്രിയങ്കരനായ ശ്രീനിവാസൻ തന്നെയാണ് ഏറ്റവും ശക്തമായ, ഏറ്റവും മൂർത്തമായ ഭാഷയിൽ നിരന്തരമായി സാമൂഹ്യ വിമർശനം നടത്തിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ട നമ്മുടെ നടനെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ കണ്ണൂരിലും പരിസരത്ത് പ്രദേശത്തും കഴിഞ്ഞ 50 വർഷക്കാലത്തേറെ വ്യാപകമായിട്ടുള്ള അക്രമ രാഷ്ട്രീയം, ഹിംസയുടെ രാഷ്ട്രീയം കിട്ടാവുന്ന എല്ലാ സന്ദർഭങ്ങളിലും ശ്രീനിവാസൻ അതിന് അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൽ സത്യസന്ധവും വസ്തുനിഷ്ഠവുമായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളൊരു പുസ്തകം വായിക്കണം. ഏതാണ് ആ പുസ്തകം? നമ്മുടെ പ്രിയപ്പെട്ട പാട്യം ഗോപാലന്റെ മകൻ NP ഉല്ലേഖ്. അദ്ദേഹത്തെ എനിക്കറിയാം, ഏറ്റവും പ്രശസ്തനായ ഒരു പത്രപ്രവർത്തനാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് NP ഉല്ലേഖ്. ആ ഉല്ലേഖ് എഴുതിയിട്ടുള്ള ഒരു പ്രശസ്തമായ പുസ്തകമുണ്ട്, കണ്ണൂർ ഇൻസൈഡ് ഇന്ത്യാസ് ബ്ലഡിയസ് റിവഞ്ച് പോളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഏറെ ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ചർച്ച നടത്തി ഒരുപാട് പതിപ്പുകൾ പുറത്തു വന്നൊരു പുസ്തകമാണ് ആ പുസ്തകം. അത് പ്രിയപ്പെട്ട പാഠ്യത്തുകാരെങ്കിലും തേടിപ്പിടിച്ചത് വായിക്കാൻ തയ്യാറാകണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ ഗ്രന്ഥാലയത്തിൽ എന്റെ കോപ്പി ഇല്ലെങ്കിൽ ആ കോപ്പി വാങ്ങി സൂക്ഷിക്കുക മാത്രമല്ല എല്ലാ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളോടും അത് വായിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഹിംസയെ രാഷ്ട്രീയത്തെ അത്രയേറെ ശക്തിയായ ഭാഷയിൽ പ്രതിപാദിച്ച മറ്റൊരു പുസ്തകം എനിക്ക് കാണാൻ സാധിച്ചില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീനിവാസൻ അസാധാരണമായ സ്ഫോടക ശേഷിയുള്ള തന്റെ ഹാസ്യത്തിലൂടെയാണ് ആ ഹിംസയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, സത്യാന്വേഷണം നടത്താൻ ഞാൻ ഗാന്ധിയോ മാർക്സോ അല്ല, ഞാൻ വെറും ഒരു സിനിമക്കാരൻ മാത്രമാണ് എന്ന കാര്യം അദ്ദേഹം എഴുതി വെച്ചത്. കേരളമാകെ ബുദ്ധിജീവികളാണ്, അവർക്കിടയിൽ ജീവിച്ചു പോകുക എന്ന് പറയുന്നത് പെടാപ്പാടാണ് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ശ്രീനിവാസന് മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സോക്കോൾഡ് ഇന്റലക്ച്വൽസ് അവരുടെ മുഖത്ത് നോക്കി അത്രയും മൂർച്ചയായ ഭാഷയിൽ ശരിക്കല്ലാതെ ആർക്കാണ് സംസാരിക്കാൻ സാധിക്കുകയെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണമെന്ന് മാത്രം ഞാൻ അപേക്ഷിക്കാം. സത്യനും അതുപോലെ തന്നെ ശ്രീനിവാസനും അവർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. സത്യൻ അന്ത്യക്കാട്, ആ അന്ത്യക്കാട് പറഞ്ഞ വാക്കുകൾ നമ്മളൊക്കെ തന്നെ ചിന്തിക്കണം.
അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ ശ്രീനിവാസൻ ആരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അവർ തമ്മിൽ, സത്യൻ അന്തിക്കോടും അതുപോലെ തന്നെ ശ്രീനിവാസ് തമ്മിൽ ഒരു വല്ലാത്ത കെമിസ്ട്രി ആയിരുന്നു, ഒരു വല്ലാത്ത രസതന്ത്രമായിരുന്നു. സന്ദേശം ഉൾപ്പെടെയുള്ള സിനിമകൾ ആ ബന്ധത്തിന്റെ സന്തതികളായിട്ടാണ് ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. അത്രയും സശക്തമായ ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. ഷീനി കാലെടുത്ത് വെച്ചത് PA ബക്കറിന്റെ ഇവിടെ മാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ മണിമുഴക്കം എന്ന സിനിമയിൽ വേഷമിട്ടുകൊണ്ടാണ്. അതിനുശേഷം എത്രയെത്ര തിരക്കഥകൾ, എല്ലാം ശ്രദ്ധേയമായ തിരക്കഥകളായിരുന്നു. നാടോടിക്കാറ്റ്, സന്മനസ്സുള്ള സമാധാനം, ഗാന്ധി നഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, വെള്ളാനകളുടെ നാട്, വടക്ക് നോക്കി യന്ത്രം, ചിന്താവിഷ്ടിയായ ശ്യാമള, വരവേൽപ്പ്, KP ബാലഗോപാൽ ലെമ്പെ, പാവം, രാജകുമാരൻ, തലയണ മന്ത്രം, സന്ദേശം, മിഥുനം. ഞാൻ പ്രകാശം തുടങ്ങിയിട്ട് എത്ര ചിത്രങ്ങളാണ് പ്രിയപ്പെട്ട ശ്രീനിവാസനിലൂടെ മലയാളികൾക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ സിനിമകൾ പ്രേക്ഷകരെ മാത്രമല്ല ആസ്വദിപ്പിച്ചത്. കണ്ണാടിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്ന രൂപത്തിലാണ് ഓരോ സിനിമയിലെയും പല കഥാപാത്രങ്ങളോട് നമ്മൾ നേരിട്ട് സംവദിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. പിന്നെ ശ്രീനിയുടെ സ്വഭാവത്തെക്കുറിച്ച്, അദ്ദേഹമായിട്ട് ആത്മബന്ധമുള്ള പ്രിയപ്പെട്ട രാജഗോപാലൻ മാസ്റ്റർ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ പറയുകയുണ്ടായി. സുഹൃത്തുക്കളും അതുപോലെ സിനിമ പ്രേമികളും ആ കാര്യം ആവർത്തിച്ച് പറഞ്ഞ് കേൾക്കാൻ എനിക്കും അവസരമുണ്ടായിട്ട്. സത്യൻ അന്തിക്കാട് പ്രിയദർശനും അത് കൃത്യമായിട്ട് അദ്ദേഹം മരിച്ച ശേഷം രേഖപ്പെടുത്തിയത് നമ്മളെല്ലാം തന്നെ വായിച്ചതാണ്. ശരി, പലപ്പോഴും ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യും. തിരക്കഥ എഴുതപ്പെടാൻ അദ്ദേഹത്തിന് പിണക്കേണ്ടാണ്. ചിലപ്പോൾ പിണങ്ങിയിട്ട് ആ തിരക്കഥ പൂർത്തിയാക്കാതെ അദ്ദേഹം തലശ്ശേരിക്ക് പോകണമെന്ന് പറഞ്ഞ് അദ്ദേഹം വണ്ടി കയറാൻ വേണ്ടി പോകുന്ന ശരിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് രണ്ടുപേരും പറയുന്നത്. പക്ഷെ ആ പിണക്കം 24 മണിക്കൂർ തികയില്ല. വീണ്ടും സീനി ഓടിയെത്തിക്കൊണ്ട് ഞാൻ ആ തിരക്കഥ പൂർത്തിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദൗത്യം പൂർത്തിയാക്കുന്ന ശ്രീനിവാസനെ, നല്ലവനായ ശ്രീനിവാസനെ നമ്മളെല്ലാം തന്നെ ഓർക്കണമേ എന്നാണ് എനിക്ക് അപേക്ഷിക്കേണ്ടത്. പിന്നെ സാഹിത്യത്തെക്കുറിച്ചും കലയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും നമ്മൾ ആരെക്കാളും നന്നായിട്ട് പറയാൻ സാധിക്കുന്ന വ്യക്തി ശ്രീനിവാസനാണ്. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ച എല്ലാ സന്ദർഭങ്ങളിലും അദ്ദേഹത്തെ എല്ലാ വിഷയങ്ങളുടെ വ്യുത്പത്തി എത്ര വലുതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സൂക്ഷ്മമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നിരീക്ഷിച്ചു. ആ നിരീക്ഷ ശേഷം തന്റെ സുചിന്തിതമായ അഭിപ്രായങ്ങൾ അദ്ദേഹം തുറന്നു പറയും സ്വകാര്യ സംഭാഷണത്തിലൊക്കെ തന്നെ. അതാണ് പ്രിയപ്പെട്ട ശ്രീനിവാസൻ. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനിവാസന് സ്വപ്നമുണ്ടായിരുന്നു, ഒരു സമ്മോഹനമായ സ്വപ്നം. ആ സ്വപ്നം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രശസ്ത കഥാകാരൻ, നമ്മുടെ ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് പ്രിയപ്പെട്ട മുകുന്ദൻ, ആ മുകുന്ദനെയും കൂട്ടിക്കൊണ്ട് ചോമ്പാൽ എന്റെ വീട്ടിലേക്ക് വന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. രാജീവ് ഗാന്ധിയുടെ കാലമായിരുന്നു. അദ്ദേഹമാണ് ഇന്ത്യ രാജ്യത്ത് അങ്ങോളം മൂലം 64ഓളം ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സെന്റേഴ്സ് ആരംഭിച്ചത്, വ്യവസായ വളർച്ചാ കേന്ദ്രം. ആ വ്യവസായ വളർച്ചാ കേന്ദ്രത്തിൽ ഒന്ന് അന്ന് രാജീവ് ഗാന്ധിയുമായി ഞാനുള്ള ബന്ധത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ഈ കൂത്തുപറമ്പിലെ വലിയ വെളിച്ചത്ത് അന്ന് സ്ഥാപിക്കാൻ എനിക്ക് സൗഭാഗ്യം ലഭിക്കുകയുണ്ടായി. ആ പ്രദേശം എന്നെക്കാൾ നന്നായിട്ട് ശരിക്കറിയാവുന്നതുകൊണ്ട് ആ സ്ഥലത്തിന്റെ പ്രത്യേകത ശരി മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് അവിടെ ഒരു ഫിലിം സിറ്റി എനിക്ക് സ്ഥാപിക്കണം, അതിനുവേണ്ട എല്ലാ സഹായവും താൻ നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുകുന്ദനെയും കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നത്. ഞങ്ങൾ പലവട്ടം അതുമായിട്ട് ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ചകൾ ഏറെ മുന്നേറുകയുണ്ടായി. പക്ഷെ ആ സ്വപ്നം മാത്രം സഫലമായില്ല. എന്തുകൊണ്ടാണ് ആ സ്വപ്നം സഫലമാകാതെ പോയത് എനിക്കറിയില്ല. വലിയ നിക്ഷേപം ആവശ്യമുള്ളത് കൊണ്ടാണ് എന്ന് എനിക്ക് പിന്നീട് ബോധ്യപ്പെടുകയുണ്ടായി. കോടികൾ മുടക്കിയെങ്കിൽ മാത്രമേ ഒരു ഫിലിം സിറ്റി അവിടെ സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. അത് തനിക്ക് സമാഹരിക്കാൻ സാധിക്കാതെ പോയ ദുഃഖം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ മാസം ഞാനും മുകുന്ദനും ദീർഘനേരം ഉണ്ടായിരുന്നു. ഞങ്ങൾ പല കാര്യവും സംസാരിച്ചപ്പോൾ ഇത് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിഷമിപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ ആ കാര്യം ചോദിച്ചില്ല. തീർച്ചയായിട്ടും ആ പണം സ്വരൂപിക്കാൻ സാധിക്കാത്ത ഒരൊറ്റ കാര്യം കൊണ്ടാണ് അത് നടക്കാതെ പോയതെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന് വടക്ക് നോക്കി എന്ന് പറഞ്ഞ ചിത്രം നിങ്ങൾ മനസ്സിലാക്കണം. അത് തടത്തിൽ ദിനേശൻ. ആ ദിനേശൻ എന്ന നമുക്കെല്ലാം തന്നെ അറിയാവുന്ന സംശയരോഗി നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു തളത്തിൽ ദിനേശൻ എന്ന് പറയുന്ന കഥാപാത്രം.
കാമുകിക്ക് മുഖ്യമന്ത്രി കൊടുക്കുന്ന തട്ടാൻ ഭാസ്കരന്റെ കഥ അത് നമുക്കറിയാം. ആ ഭാസ്കരനെ നമ്മൾ കണ്ടതാണ്. തലയുടെ മന്ത്രത്തിലൂടെ കുടുംബങ്ങളെ പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തന്റെ ഭാര്യയായിട്ടുള്ള കാഞ്ചന, ആ കാഞ്ചനെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ആ ചിത്രം. അതുപോലെ അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ബസ് വാങ്ങി, ആ പിതാവ് മുടക്കിയ സംഖ്യ കിട്ടാതെ ആ ബസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വലിയ കടബാധ്യത ഏറ്റെടുക്കേണ്ടതിനെ കുറിച്ചാണ് അദ്ദേഹം തന്റെ കഥയായിട്ടുള്ള വരവേൽപ്പിലൂടെ ആ കഥ കേരളീയ പൊതുസമൂഹത്തെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സിനിമയുടെ ഉള്ളുകളികളെ കൃത്യമായിട്ടും വിളിച്ച് പുറത്തു കൊണ്ടുവന്ന സിനിമയുടെ പേരാണ് ഉദയനാട് താരം എന്ന ആ സിനിമ. ആ സിനിമയുടെ എല്ലാ ഈ പറയുന്ന സിനിമക്കുള്ളിലെ കഥകളും ഒക്കെ തന്നെ നമ്മൾ മുമ്പിൽ കൊണ്ടുവന്നത് പ്രിയപ്പെട്ട ശ്രീനിവാസനാണ്. ശ്രീനി ഒരു നടനും സംവിധായകനും കഥാകൃത്തും മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കില്ല. ശ്രീനി ഒരു മഹാ ജീനിയസ് ആയിരുന്നു. പാർട്ടിക്കാർക്ക് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും എല്ലാ കാലത്തും അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ജീനിയസ് ആണ് നമ്മുടെ ഇടയിൽ നിന്ന് അക്കാലത്തിൽ വിട പറഞ്ഞു പോയിട്ടുള്ള ആ പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ പാവന സ്മരണയ്ക്ക് വേണ്ടി അദ്ദേഹം ജനിച്ചു വളർന്ന, അദ്ദേഹം നടന്നുപോയ ഈ മണ്ണിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത പട്ടേൽ സ്മാരക വായനശാല ഭാരവാഹികളോട് ഞാൻ കൃത്യമായിട്ടും എൻ്റെ അഭിനന്ദനവും നന്ദിയും മുഖത്തിന് അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ച് പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.